കുരിശ് വരയ്ക്കാമോന്ന് എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വലിയ ടോപ്പൊന്നും ഉദ്ദേശിച്ചില്ല. കുറച്ച് നമ്മൾ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ കുർബാനയിലേക്ക് വരുമ്പോൾ വളരെ അലസായിട്ട് നമ്മൾ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നത് കാണാറുണ്ട്. അതായത് നമുക്ക് തീരെ താല്പര്യത്തോടെ അവിടെ ഇവിടെ മാറി നിൽക്കുന്നതും കുറ്റപ്പെടുത്തല്ല, നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കുർബാനയ്ക്ക് അത്രയും മഹത്വമുള്ളതുകൊണ്ട് പറയുന്നതാണ്. അപ്പം നമ്മളത് വളരെ ശ്രദ്ധയോടെ വളരെ ബഹുമാനത്തോടു കൂടി വേണം കുർബാനയെ സമീപിക്കാൻ, ഭയഭക്തി ബഹുമാനത്തോടെ. അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കുർബാനയ്ക്ക് വരുമ്പോൾ നമ്മൾ വെറും കൈയോടെയല്ല കുർബാനയ്ക്ക് വരേണ്ടതാണ് എന്നാണ് ഒരു സിസ്റ്ററിലൂടെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഞാനൊരു വീഡിയോ വഴി കാണാനിടയായി. അത് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ആദ്യമായിട്ട് പറയുന്നത്, നമ്മൾ കുർബാനയ്ക്ക് സംബന്ധിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കാഴ്ചവസ്തു ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ബലിവസ്തുവായിട്ടാണ് നമ്മൾ കുർബാനയ്ക്ക് വരേണ്ടത്. അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് ഒരു ദിവസം മുമ്പ് തന്നെ, കുർബാനയ്ക്ക് സംബന്ധിക്കുന്ന ഒരു ദിവസം മുമ്പ്, തലേ ദിവസം തന്നെ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. ആദ്യം തന്നെ നമ്മളെ തന്നെ ബലിവസ്തുവായിട്ട് നമ്മൾ കാഴ്ചവെക്കണം. അതുപോലെ നമ്മുടെ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകളോ നമ്മുടെ പ്രശ്നങ്ങളോ നമുക്കുള്ള എന്തോ നമുക്ക് ബലിവസ്തുവായിട്ട് ഈശോയുടെ മുമ്പിൽ നമുക്ക് കാഴ്ചവെക്കാം. അത് നമ്മൾ ഒരുങ്ങിയിട്ട് വേണം നമ്മൾ കുർബാനയ്ക്ക് വരേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ കുർബാനയ്ക്ക് ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മളെ കാത്ത് ദേവാലയത്തിന്റെ അടുത്ത് ദേവാലയത്തിന്റെ വാതിൽ അവിടെ ഈശോ നിൽക്കുന്നുണ്ടാവും. നമ്മൾ അലസായിട്ട് കൂടി വരികയാണെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ ഇഷ്ടമില്ലാതെ നമ്മൾ ദേവാലയത്തിൽ പ്രവേശിക്കുന്നെങ്കിലും നമ്മളെ കാത്ത് കഴിഞ്ഞ കുർബാന കഴിഞ്ഞ് അടുത്ത കുർബാനയ്ക്ക് എത്തുന്നതും കാത്ത് നമ്മുടെ ഈശോ ദേവാലയത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നതെന്നാണ് ഈശോ വിളിക്കുന്നത്. അപ്പം നമ്മൾ ഈശോനെ ഒന്ന് അഭിവാദനം ചെയ്ത് അല്ലെങ്കിൽ ആചാരം ചെയ്തിട്ട് വേണം നമ്മൾ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കാൻ. ഈശോയോട് പറയണമെങ്കിൽ ഞാൻ എൻ്റെ കാഴ്ചവസ്തുക്കളായിട്ടാണ് ദേവാലയത്തിലേക്ക് വന്നത്, എൻ്റെ കാഴ്ചവസ്തുക്കള് ഈ ബലിയിലെ സ്വീകരിക്കണമെന്ന് പറയുന്നത്. അത്രയും മഹത്വമായ കാര്യമാണ് വിശുദ്ധ ബലി എന്നുള്ളത്. നമ്മൾ അലസായിട്ടും കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ കാഴ്ചയ്ക്കായിട്ട് നമ്മുടെ നശിച്ചു പോകുന്ന ഒരാത്മാവിനെയും കാഴ്ചവസ്തുവായിട്ട് സമർപ്പിക്കാം. അതുപോലെ നമ്മൾ ബലിയർപ്പിക്കുന്ന വൈദികരെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അത് ദൈവം അത് കണക്കിലെടുക്കുന്നതാണ് പറയുന്നത്. നമ്മൾ വൈദികനെ ബലിവസ്തുവാക്കുമ്പോൾ നിത്യത വരെ ദൈവം നമ്മളോട് കടപ്പെട്ടിരിക്കുമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പെട്ടെന്നാണ് ബലിയർപ്പിക്കാൻ വരുന്നെങ്കിൽ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടാവില്ല. തലേ ദിവസം നമ്മളെ തന്നെ കാഴ്ചവെക്കാനോ ഒരുങ്ങാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ബലിക്ക് വേണ്ടി വരുമ്പോൾ, പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മളെ തന്നെ പൂർണ്ണമായി ഒരുക്കണം. തലേദിവസം എടുക്കുമെങ്കിലും വരുന്ന വഴിക്കെങ്കിലും നമ്മൾ ഒരുങ്ങിയിട്ട് വേണം വിശുദ്ധ ബലിക്ക് വരാൻ പറ്റും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബലിപീഠം വേണം. ബലിവസ്തു കൊണ്ടുവന്നിട്ട് പാത്രം കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. ബലിയർപ്പിക്കാനുള്ള ബലിപീഠം വേണം. 3 ബലിപീഠങ്ങളാണ് നമ്മൾ പണിയേണ്ടതെന്ന് പറയുന്നത്. അതായത് സ്വർഗത്തിലെ, ഭൂമിയിലെ, നമ്മുടെ ആത്മാവിന് 3 ബലിപീഠങ്ങളിലാണ് ബലിയർപ്പണം നടക്കുന്നത്. സ്വർഗത്തിൽ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയോഗ്യതകൾ ദൈവത്തോട് പറയുകയും ബലിവസ്തു അർപ്പിക്കാനുള്ള യോഗ്യത നമുക്കില്ല. നമ്മുടെ അയോഗ്യതയും നമ്മുടെ എളിമയോടെ കാണിക്കുമ്പോൾ സ്വർഗത്തിലുള്ള ബലിപീഠം അവിടെ പണിതിട്ടുണ്ട്. ഭൂമിയിലുള്ള ബലിപീഠം പണിയുന്നതിൽ നമ്മൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നമുക്ക് നമ്മുടെ സഹോദരനോടോ നമ്മുടെ ആരോടെങ്കിലും നമുക്ക് വിരോധം ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അവരോട് വിരോധം തീർത്തിട്ട് വേണം നമ്മൾ ബലിയർപ്പിക്കാൻ വരാനാണ് ഈശോ പറയുന്നത്. ബലിവസ്തു അവിടെ വെച്ച് പോയി സഹോദരനോട് ആദ്യം പോയി രമ്യതപ്പെടുക, എന്നിട്ട് ബലിയർപ്പിക്കുമെന്നാണ് ഈശോ പറയുന്നത്. അപ്പൊ നമ്മുടെ ഭൂമിയിലുള്ള ബലിപീഠം പണിതിട്ടുണ്ട്. മൂന്നാമത്തെ ബലിപീഠം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ ബലിപീഠമാണ്. നമ്മുടെ ആത്മാവിനെ എങ്ങനെ വിശുദ്ധീകരിക്കാം? കുമ്പസാരം എന്ന ഉദാശ വരും. ആ ഹൃദയത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാ ശുദ്ധിയും പുറപ്പെടുന്നത്, അല്ലെ? ആ ഹൃദയത്തിലുള്ള വിശുദ്ധി
നമ്മൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആത്മാവിനെ നമ്മൾ ബലിപീഠം പണിത് ഈ 3 കാര്യങ്ങളും ശരിയാക്കി കഴിഞ്ഞാൽ നമ്മൾ കാഴ്ചവെക്കുന്ന വസ്തുക്കളുമായി നമ്മൾ ബലിയർപ്പിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മരിച്ചുപോയ ആത്മാക്കൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടന്ന് ദുഃഖിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്തമാർക്കാണ് നമ്മളാണ്. ഓരോ ബലിയർപ്പിക്കുമ്പോഴും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒറ്റവരെയൊക്കെ ഈ ബലിയിൽ ഓർത്തിട്ട് വേണം അവരെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് നമ്മൾ ഉദാശവചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തിരക്കത്താൽ അവരെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ നമ്മൾ കുർബാന സ്ഥാപകവചനങ്ങളുണ്ട്. നമ്മൾ ഈശോയുടെ തിരുശരീരത്തിൽ രക്തം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിൽ നമ്മൾ അലസായിട്ട് നിൽക്കാറില്ല. അതുപോലെ ഈശോനെ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ ഈശോയെ ഹൃദയത്തിൽ വന്ന് പറയണമേ, ഈശോയെ ഞാൻ സ്നേഹിക്കുമെന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല, നമ്മളിനി തിരുത്തി നമുക്കറിയില്ല കൊണ്ടായിരിക്കാം സംസാരിക്കുമ്പോഴും കുട്ടികളിങ്ങനെ ഈശോനെ കൊണ്ടുവരാണ്. നമ്മൾ ഇതുവരെ അപ്പോയി നമ്മൾ കാണരുത്. ഈശോയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണേ എന്നുള്ള ബോധ്യമാണ്. ഇത്രയും നമ്മുടെ ഈ ദൈവം ഇത്ര വലിയൊരാള് ചെറിയൊരു അപ്പത്തിന്റെ രൂപത്തില് വെറും നിസ്സാരനായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നത് നമ്മൾ അത്രയും ഒരുക്കത്തോടെ എളിമയോടെ വന്ന് വേണം നമ്മളത് ഈശോയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളവിടെ സംസാരിച്ച് നിൽക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. ഇനി അങ്ങനെ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ അവസാനമായിട്ട് നമ്മൾ കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ പരിശുദ്ധ അമ്മയും ഈ ബലിപീഠത്തിൽ ഈശോടൊപ്പം ബലിയിൽ അവസാനം വരെ കൂടെ നിന്നാണ് ആരെ പരിശുദ്ധ അമ്മ. അപ്പൊ പരിശുദ്ധ അമ്മയും ഈ ബലിപീഠത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ പരിശുദ്ധ അമ്മയുടെ ആശീർവാദം നമ്മൾ സ്വീകരിച്ച് ഒരു എത്രയും ചെയ്യണം മാതാവ് ചൊല്ലി വേണം നമ്മൾ ഇവിടെ നിന്ന് പുറത്തോട്ട് പോകാൻ. പിന്നെ വൈദികനെ നമ്മൾ കാണേണ്ടത് ക്രിസ്തുവിന്റെ പ്രതിരൂപമായിട്ടാണ് ബലിപീഠത്തിൽ നിൽക്കുന്ന വൈദികൻ ബലി അർപ്പിക്കുന്നത്. വൈദികന്റെ പ്രതിരൂപം മാത്രമാണ്, ക്രിസ്തുവാണ് അവിടെ ബലി അർപ്പണം നടത്തുന്നത്.